നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സോക്കർ ഗാലയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന പോരാട്ടം അത് ഇംഗ്ലണ്ടും ഇറങ്ങുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഫ്രിക്കൻ കരുത്തരായ കോങ്കോയാണ് ഇംഗ്ലണ്ടിന് നേരിടേണ്ടത്. എക്കാലവും ആരാധകർ ഏറെയുള്ള സംഘമാണ് ഇംഗ്ലണ്ട്. പലപ്പോഴും നിരാശയോടെ മടങ്ങുന്നതാണ് പതിവ്. കഴിഞ്ഞ ലോകകപ്പിൽ ക്വാർട്ടറിലും 2018 സെമിയിലും എത്തിയതാണ് സമീപകാലത്ത് ഇംഗ്ലണ്ടിന്റെ മികച്ച പ്രകടനം. പെരുമകെട്ട നിരയുമായി വന്ന് നിരാശപ്പെടുത്തുന്ന പതിവ് ഇത്തവണ തിരുത്താൻ ഇറങ്ങുകയാണ് ഇംഗ്ലണ്ട്. പ്രീമിയർ ലീഗിനെ ഏറ്റവും അടുത്തറിയാവുന്ന തോമസ് ടുഷേലിന്റെ വരവോടെ ടീം ഒരു വമ്പൻ നിരയെ തന്നെ മാറ്റി നിർത്തി പ്ലാനിന് അനുസരിച്ചുള്ള താരങ്ങളുമായാണ് ഇത്തവണ ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയുണ്ട് ഇംഗ്ലണ്ട് ആരാധകർക്ക്. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോങ്കോ പോരാട്ടം. ആദ്യം നമ്മൾ രണ്ട് ടീമുകളും നോക്കൌട്ടിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കുകയാണ്. ഈ നോക്കൌട്ടിലേക്ക് ഇംഗ്ലണ്ട് വരുന്നത് അത് മികച്ച നിരയായി ഇംഗ്ലണ്ട് വന്നു. മികച്ച തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നത്. ചെറിയ ചില നിരാശകളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ഇംഗ്ലണ്ടിന് നോക്കൌട്ടിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായി ഇംഗ്ലണ്ടിനുള്ള ആത്മവിശ്വാസം. ഈ ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് അപരാജിതരായാണ് ഇംഗ്ലണ്ട് എത്തിയത്. നമുക്ക് ആ സ്കോർ കാർഡ് കാണാം. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വന്നത് കരുത്തരായ ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ പക്ഷേ 2-4 ഇംഗ്ലണ്ട് തകർത്താണ് ഹാരി കെയിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് തുടക്കമിട്ടത്. തൊട്ടു പിന്നാലെ കെയിന് നേരിടേണ്ടി വന്നത് ഘാനയാണ്. നമ്മൾ ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ കെയിന്റെ ഒരു ഇരട്ട ഗോൾ ആയിരുന്നു ആ മത്സരത്തിന്റെ സവിശേഷത. ജൂഡ് ബെല്ലിംഗാമും മാർക്കസ് റാഷ്ഫോർഡും അന്ന് ഗോളുകൾ നേടി. രണ്ടാം മത്സരത്തിൽ ഘാനയ്ക്കെതിരെ വന്നപ്പോൾ ഒരു ഞെട്ടിക്കുന്ന സമനിലയാണ് ഈ ഇംഗ്ലണ്ടിന് വഴങ്ങേണ്ടി വന്നത് എന്നതായിരുന്നു ആ മത്സരത്തിന്റെ പ്രത്യേകത. പിന്നീട് നിർണായകമായ മൂന്നാം മത്സരത്തിൽ പാനമയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടവുമായി നോക്കൌട്ടിൽ എത്തുകയും ചെയ്തു. ഇനി കോങ്കോയുടെ മത്സരങ്ങൾ പരിശോധിച്ചാൽ കോങ്കോയും മികച്ച പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കോങ്കോയിലേക്ക് വന്നാൽ ആദ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന പേരിലേക്ക് സയർ എന്ന രാജ്യം മാറിയതിന് ശേഷം ആദ്യമായാണ് കോങ്കോ ലോകകപ്പിന് എത്തുന്നത്, നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുന്നത്. പോർച്ചുഗലിനെ വിറപ്പിച്ചാണ് കോങ്കോ ഈ ലോകകപ്പിന് തുടക്കമിട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം. നമുക്ക് ആ സ്കോർ കാർഡ് കാണാം. 1-1 പോർച്ചുഗലിനെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കോങ്കോ. രണ്ടാം മത്സരത്തിൽ കൊളംബിയോട് തോറ്റത് വെറും ഒറ്റ ഗോളിനാണ്. നിർണായകമായ മൂന്നാം മത്സരത്തിൽ ജയമില്ലെങ്കിൽ പുറത്തേക്ക് എന്ന നിലയിൽ ഉസ്ബെക്കിസ്ഥാനെ നേരിട്ടപ്പോൾ 1-3 ഗോളടിച്ച് ജയിച്ചാണ് കോങ്കോ മികച്ച മൂന്നാം സ്ഥാനക്കാർക്കുള്ള പട്ടികയിൽ ഇടം പിടിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചത്. എന്തായാലും നമുക്കറിയാം ഈ മത്സരം ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. രണ്ട് ടീമുകളും, അത് ഇംഗ്ലണ്ട് ശക്തരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ശക്തർക്ക് എതിരെ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോ ഏത് രീതിയിൽ പ്രകടനം നടത്തും എന്ന് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇനി നമ്മൾ ഇന്ന് ഏവരും കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട് ടീമിലേക്ക് വന്നാൽ 3 മത്സരത്തിലും ടീമിൽ മാറ്റങ്ങളുമായാണ് തോമസ് ടുഷേൽ ആദ്യ 11 ഇറക്കിയത്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലത് പരിക്കാണ്, മറ്റ് ചിലത് അദ്ദേഹത്തിന്റെ ടാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും റീസ് ജെയിംസിന് പരിക്കേറ്റതിനാലും പരിക്ക് മാറി ഡെക്ലാൻ റൈസ് തിരിച്ചെത്തുകയും ചെയ്തതിനാൽ ഇന്നും ഈ ടീമിൽ മാറ്റമുണ്ടാകും. നമുക്ക് ആ നിര കാണാം. സാധാരണഗതിയിൽ തന്നെ ടീം ലൈനപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അത് തോമസ് ടുഷേലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫോർമേഷൻ 4-2-3-1 എന്ന ഫോർമേഷൻ തന്നെയാകും ഇന്നും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹാരി കെയിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ ഫോർമേഷൻ ആക്രമണ ഫുട്ബോളാണ് തോമസ് ടുഷേൽ ഈ ലോകകപ്പിൽ അദ്ദേഹം വച്ചിരിക്കുന്ന ഒരു ശൈലി. 3 മത്സരങ്ങളിൽ 3 ഗോളുകളാണ് ഈ ലോകകപ്പിൽ ഹാരി കെയിൻ നേടിയത്. നമുക്ക് ഹാരി കെയിനൊപ്പം തന്നെ മുന്നേറ്റത്തിൽ ബുക്കായ് സാക്ക ആകട്ടെ, ജൂഡ് ബെല്ലിംഗാം ആകട്ടെ, റാഷ്ഫോർഡും ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ഒരു ടാറ്റിക്സിൽ ഇവിടെ ഉണ്ടായാൽ പോലും ഈ തരത്തിൽ ഫോർമേഷൻ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. എന്തായാലും നേരത്തെ ബുക്കായ് സാക്കയ്ക്ക് ഒരു പരിക്കിന് ശേഷമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിക്കുകയും ചെയ്തു. പക്ഷേ പൂർണ്ണമായും ആ കായികക്ഷമതയിലേക്ക്, പൂർണ്ണമായ ഫോമിലേക്ക് ബുക്കായ് സാക്ക എത്തിയോ എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫോമിലേക്ക് ബുക്കായ് സാക്ക എത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ബുക്കായ് സാക്ക പൂർണ്ണമായ ഫോമിൽ ഇന്ന് ഇറക്കാനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് തോമസ് ടുഷേലിന് ഉള്ളത്. എന്തായാലും ജൂഡ് ബെല്ലിംഗാമിന്റെ മികച്ച ഫോം അത് മധ്യനിരയെയും അതോടൊപ്പം ഫോർവേഡിനെയും കോർത്തിണക്കുന്ന തരത്തിൽ ജൂഡ് ബെല്ലിംഗാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാഴ്ചവെച്ച പ്രകടനം അത് ഇവിടെയും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുന്നേറ്റത്തിൽ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മിഡ്ഫീൽഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതില്ല. എലിയറ്റ് ആൻഡേഴ്സൺ ഇന്നും തുടരും. ഡെക്ലാൻ റൈസ് തിരിച്ചെത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ഡെക്ലാൻ റൈസിന് ഒരു വിശ്രമം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായും ആ കായികക്ഷമത വീണ്ടെടുക്കാനുള്ള ഒരു സമയം എന്ന രീതിയിലായിരുന്നു തോമസ് ടുഷേൽ ഒരു വിശ്രമം അനുവദിച്ചിരുന്നത്. എന്തായാലും അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇന്ന് തിരിച്ചെത്താൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ റൈസിനെ പുറത്തിരുത്തിയത് തന്നെ ഈ നോക്കൌട്ട് ഘട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതേസമയം പ്രതിരോധത്തിൽ അല്പം ആശങ്കയുണ്ട് തോമസ് ടുഷേലിന്. റീസ് ജെയിംസിന്റെ പരിക്ക് പൂർണ്ണമായും മാറാത്തതിനാൽ ഇത്തവണ ജാരൽ ക്വാൻസ അല്ലെങ്കിൽ ജഡ് സ്പെൻസ് എന്നിവരിൽ ഒരാൾ ഇറങ്ങും എന്ന് തന്നെയാണ് തോന്നുന്നത്. എസ്രി കോൻസ, അതോടൊപ്പം മാർഗോയി,
നിക്കോ റെയ്ലി എന്നിവർക്ക് തന്നെയാണ് ആദ്യ 11-ൽ സാധ്യത ഉള്ളത്. നമ്മൾക്ക് ഗോൾ വലയിലേക്ക് പോയാൽ അവിടെ വിശ്വസ്ത ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ, അദ്ദേഹം അവിടെ തുടരുക തന്നെ ചെയ്യും. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ പിക്ഫോർഡ് തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തോമസ് ടുഷേലിന്റെ ഇഷ്ട ഫോർമേഷനായ 4-2-3-1 എന്ന ഫോർമേഷൻ ഇന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റത്തിന് ഇംഗ്ലണ്ട് ഇന്ന് സാധ്യത ഇല്ല. ഇനി നമുക്ക് ഇംഗ്ലണ്ട് കോങ്കോ പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു താരമുണ്ട്. ആ താരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ സാമുവൽ മുത്തുസ്വാമി. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്ത്യൻ ടീമിന് ഒരു ലോകകപ്പ് കളിക്കാനുള്ള കാലമൊക്കെ എന്ന് നോക്കാം. പക്ഷേ ഇന്ത്യൻ വംശജരായ താരങ്ങൾ ഈ ലോകകപ്പ് കളിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായ ഒരു താരമാണ് സാമുവൽ മുത്തുസ്വാമി. ഇന്ത്യൻ വംശജനായ തമിഴ് വേരുകളിലുള്ള കോങ്കോ താരം. ഇന്ത്യയിൽ നിന്ന് കുടിയേറി ഫ്രാൻസിലെത്തിയ തമിഴ് വംശജനാണ് സാമുവൽ മുത്തുസ്വാമിയുടെ പിതാവ്. അദ്ദേഹം പിന്നീട് കോങ്കോക്കാരിയെ വിവാഹം ചെയ്തതിനാൽ തായ് വഴിയുള്ള ആ ബന്ധമാണ് കോങ്കോ ടീമിൽ സാമുവൽ മുത്തുസ്വാമിയെ എത്തിച്ചത്. 2019-ൽ കോങ്കോ ടീമിനായി അരങ്ങേറി 61 മത്സരങ്ങൾ ടീമിനായി കളിച്ചു. കോങ്കോയുടെ വിശ്വസ്തനായ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് സാമുവൽ മുത്തുസ്വാമി. ഈ ലോകകപ്പിലെ പ്രകടനങ്ങൾ കൂടി പരിശോധിച്ചാൽ ഈ ലോകകപ്പിലും മികച്ച പ്രകടനമാണ് സാമുവൽ മുത്തുസ്വാമി നടത്തിയത്. 3 മത്സരത്തിലും കളിക്കാനായി. കോങ്കോ ഈ ലോകകപ്പിൽ കരുത്തരുടെ ഗ്രൂപ്പിൽ വഴങ്ങിയത് വെറും 3 ഗോൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സാമുവൽ മുത്തുസ്വാമിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും പോർച്ചുഗലിന്റെ ലോകോത്തര നിരയെ പിടിച്ചു കെട്ടിയ മുത്തുസ്വാമിയും സംഘവും ഇന്ന് ഇംഗ്ലണ്ടിനും വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഖിലാഫ് അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, ഇംഗ്ലണ്ടാണ് വൻ അട്ടിമറികൾ കണ്ട ലോകകപ്പാണ്. ഇത്തവണ ആഫ്രിക്കൻ ടീമുകളെ ചെറുതായി കാണാനാകില്ല എന്ന കാര്യം ടുഷേലിനും അറിയാം. എന്തായാലും ലൈനപ്പിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഈ 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ, ഒരു യൂറോപ്യൻ വേഴ്സസ് ആഫ്രിക്ക പോരാട്ടം വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? തീർച്ചയായും രുചിഷ, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു ലോകകപ്പ് എന്ന് പറയുന്നത് വമ്പൻ അട്ടിമറികളുടെ ലോകകപ്പാണ്. അതിൽ ആഫ്രിക്കൻ ടീമെന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ ടീമെന്നോ എന്നൊരു വ്യത്യാസമില്ലാതെ കുഞ്ഞന്മാർ വിജയിക്കുന്ന ഒരു ലോകകപ്പായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജർമ്മനി പരാഗ്വേ മത്സരം. അതേപോലെ തന്നെ നെതർലാൻഡ്സ് മൊറോക്കോ മത്സരമൊക്കെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇംഗ്ലണ്ട് അതേപോലെ തന്നെ കോങ്കോ മത്സരവും വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തോമസ് ടുഷേലാണെങ്കിൽ ഇംഗ്ലണ്ട് നിരയെ വാർത്തെടുത്തിരിക്കുന്നത് സൂപ്പർ താരങ്ങളെയൊക്കെ പുറത്തിരുത്തിക്കൊണ്ടാണ്. അത് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫിൽ ഫോഡൻ, ഹാരി മഗ്വയർ, അവരുടെ ഏറ്റവും വലിയ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ഹാരി മഗ്വയറിനെ, അതേപോലെ തന്നെ അർണോൾഡിനൊക്കെ പുറത്തിരുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ലോകകപ്പിലേക്ക് എത്തുമ്പോൾ സൂപ്പർ ടീമുകളെ തന്നെ, സൂപ്പർ താരങ്ങളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ചില താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ടുഷേലിന് ആവശ്യമായ മാത്രം താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച സംഘവുമായാണ് ലോകകപ്പിന് എത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് കോങ്കോയിലേക്ക് പോവുകയാണെങ്കിൽ 52 വർഷങ്ങൾക്ക് ശേഷമാണ് കോങ്കോ ഒരു ലോകകപ്പിലേക്ക് എത്തുന്നത്. അത് 1984-ൽ അവർ സയർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്ന ആ ഒരു സമയത്തായിരുന്നു ലോകകപ്പിൽ ഏറ്റവും അവസാനമായി കോങ്കോ കളിച്ചത്. അതിനുശേഷം 2018-ലും 2022-ലും ലോകകപ്പിന്റെ യോഗ്യത വരെ അടുത്തെത്തിക്കൊണ്ടായിരുന്ന അവർക്ക് അവസാന നിമിഷമാണ് ലോകകപ്പ് യോഗ്യത നഷ്ടമായത്. അതിനുശേഷമുള്ള ഒരു ലോകകപ്പിലേക്ക് എത്തുമ്പോൾ മിന്നും പ്രകടനം തന്നെയാണ് ഈ ഒരു ലോകകപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് സാമുവൽ മുത്തുസ്വാമി തന്നെയാണ്. അത് പോർച്ചുഗലിനെതിരെ നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ വമ്പൻ പേരുകേട്ട മധ്യനിരയും അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ അടക്കമുള്ള താരങ്ങളെ പിടിച്ചു കെട്ടുന്നതിൽ ഏറ്റവും പ്രധാനിയായിട്ട് കളിച്ചത്, അതിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കളിക്കുന്ന സാമുവൽ മുത്തുസ്വാമി തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കോങ്കോയുടെ തന്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് താരമായിട്ടുള്ള സെബാസ്റ്റ്യൻ ഡെസാബ്രയാണ്. ആ ഡെസാബ്രയുടെ മികച്ച ഒരു തന്ത്രങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു ലോകകപ്പിൽ കോങ്കോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു അട്ടിമറിക്ക് സാധ്യതയുള്ള മത്സരമാണ്. കോങ്കോയെ അത്ര വലിയ രീതിയിൽ എഴുതി തള്ളാനും പറ്റില്ല. തീർച്ചയായും ഖിലാഫ്, എന്തായാലും ആഫ്രിക്കൻ വൻകരയിൽ സമീപകാലത്ത് കോങ്കോ നടത്തുന്ന മികച്ച പ്രകടനം അതുകൂടി എന്തായാലും ഇംഗ്ലണ്ട് ടീം ഉറ്റുനോക്കുന്നുണ്ടാകും. എന്തായാലും ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു, നമുക്കറിയാം ഇതൊരു നോക്കൌട്ട് പോരാട്ടമാണ്. ഇംഗ്ലണ്ട് ഈ ഓരോ എതിരാളിയെയും കാണുന്നത് അത് ശക്തമായി തന്നെ ആ രീതിയിൽ തന്നെയാണ് കാണുക എന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് ടീം വ്യക്തമാക്കിയത്. എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ ഇന്ന് രാത്രി 9:30 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചാൽ, വിശ്വവേദിയിൽ ഇംഗ്ലണ്ടിനെതിരെ കോങ്കോ പന്ത് തട്ടുമ്പോൾ അവർക്ക് പിന്തുണയുമായി ഒരു ജീവിക്കുന്ന പ്രതിമ ഉണ്ടാകും അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ. കോങ്കോയുടെ വിമോചന പോരാളി പാട്രിസ് ലുമുംബയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൂപ്പർ ഫാൻ. കോങ്കോയുടെ ഫുട്ബോളിന്റെയും അതിജീവനത്തിന്റെയും കഥ കേൾക്കാം. അറ്റ്ലാന്റയിലെ മെഴ്സീഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിന്റെ വമ്പൻ പടയോട് കോങ്കോ നേർക്കുനേർ പോരാടാനിറങ്ങുമ്പോൾ ഗ്യാലറിയിൽ ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഒരാളിലേക്ക് നീളും. കോങ്കോയുടെ 12-ാമൻ മിഷേൽ എൻകുക എംപൊലാൻഡിംഗ എന്ന ലുമുംബാവിയയിലേക്ക്. കോങ്കോയുടെ മത്സരത്തിലുടനീളം സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ തട്ടിൽ സ്യൂട്ടുമടിഞ്ഞ് വലം കൈ ഉയർത്തി കളി തീരുന്നതുവരെ
മിഷേൽ ഒരു പ്രതിമ പോലെ നിൽക്കും. ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ ശരീരം അനക്കുമെന്ന ആലോചന നിലനിൽക്കുമ്പോഴാണ് 90 മിനിറ്റും കൺചിമ്മാതെ ആരാധകൻ തന്റെ രാജ്യത്തിനായി ഒരു ശില്പമായി മാറുന്നത്. Who pays tribute to late Patrice Lumumba stands that way the entire match. വെറുമൊരു കൗതുകത്തിന് വേണ്ടിയല്ല മിഷേൽ ഈ വേഷം കെട്ടുന്നത്. കളി തുടങ്ങി തീരുന്നത് വരെ വലം കൈ ഉയർത്തി ഒരച്ചടക്കമുള്ള പ്രതിമയായി മിഷേൽ മാറുന്നതിന് പിന്നിൽ ഒരു രാജ്യത്തിന്റെ കണ്ണീരിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കഥയുണ്ട്. ബെൽജിയൻ അധിനിവേശത്തിൽ നിന്ന് കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങി നൽകുകയും പിന്നീട് ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത കോങ്കോയുടെ ആദ്യ പ്രധാനമന്ത്രി പാട്രിസ് ലുമുംബയുടെ ഓർമ്മ പുതുക്കലാണിത്. ലുമുംബയുടെ അതേ രൂപസാദൃശ്യമുള്ള മിഷേൽ അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രതിമയുടെ അതേ പോസിലാണ് ഗാലറിയിൽ നിൽക്കുന്നത്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലൂടെയാണ് മിഷേൽ ലോകശ്രദ്ധ നേടിയത്. എബോള ക്വാറന്റൈൻ കാരണം ഈ ലോകകപ്പിലെ പോർച്ചുഗലിനെതിരായ ആദ്യ മത്സരം നഷ്ടമായെങ്കിലും പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മിഷേൽ വിശ്വവേദിയിൽ തിരിച്ചെത്തുകയായിരുന്നു. കഠിനമായ നിൽപ്പിനായി മാസത്തിൽ 20 ദിവസത്തോളം താൻ പ്രത്യേക ശാരീരിക പരിശീലനം നടത്താറുണ്ടെന്ന് മിഷേൽ പറയുന്നു. മൈതാനത്ത് കനത്ത ചൂടോ തണുപ്പോ എന്തായാലും മിഷേലിന് അത് പ്രശ്നമല്ല. തന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം കളിക്കളത്തിലുള്ള കോങ്കോ താരങ്ങൾക്ക് വന്യമായ കരുത്ത് നൽകുമെന്നാണ് ഈ സൂപ്പർ ഫാൻ വിശ്വസിക്കുന്നത്. അറ്റ്ലാന്റയിൽ ഇംഗ്ലണ്ടിനെതിരെ കോങ്കോ ചരിത്ര പോരാട്ടത്തിന് ബൂട്ടണിയുമ്പോൾ ഗാലറിയിൽ കോങ്കോയുടെ അഭിമാനമായി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ആ ജീവിക്കുന്ന പ്രതിമ കൈകളുയർത്തി വീണ്ടും നിലകൊള്ളും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. നോക്കൌട്ടിൽ ഇന്ന് മറ്റൊരു യൂറോപ്യൻ ആഫ്രിക്കൻ പോരാട്ടം കൂടിയുണ്ട്. സൂപ്പർ പോരിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ ബെൽജിയത്തിനെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 മത്സരം. രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയ്ക്ക് ബോസ്നിയയാണ് എതിരാളി. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ കഴിയാത്ത രണ്ട് ടീമുകളാണ് ബെൽജിയവും സെനഗലും. എന്നാൽ അവസാന മത്സരത്തിൽ എതിരാളികളെ ഗോളിൽ മുക്കിയാണ് ഇരു ടീമുകളും റൗണ്ട് ഓഫ് 32 എത്തിയത്. ആദ്യ മത്സരത്തിൽ ഈജിപ്തിനോടും രണ്ടാം മത്സരത്തിൽ ഇറാനോടും സമനില വഴങ്ങിയാണ് ബെൽജിയം ലോകകപ്പിന് തുടക്കമിട്ടത്. മികച്ച ഒരുപിടി താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും സെൽഫ് ഗോൾ അല്ലാതെ ആദ്യ രണ്ട് മത്സരത്തിലും എതിർ ടീമിന്റെ വല കുലുക്കാൻ റെഡ് ഡെവിൾസിന് കഴിഞ്ഞില്ല. കളത്തിൽ പലപ്പോഴും പ്രകടനം ശരാശരി മാത്രമായി ഒതുങ്ങി. അവസാന മത്സരത്തിൽ പക്ഷേ മിന്നും പ്രകടനം നടത്തിയാണ് ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായി നോക്കൌട്ടിലെത്തിയത്. ന്യൂസിലാൻഡിനെതിരെ ആക്രമണ ഫുട്ബോൾ പുറത്തെടുത്ത ബെൽജിയം 5 തവണയാണ് വല കുലുക്കിയത്. ലിയാൻഡ്രോ 2ഉം കെവിൻ ഡുബ്രോയ്നെ, ലുക്കാക്കു, അലക്സിസ് എന്നിവർ ഓരോ ഗോൾ വീതവും നേടി. മുന്നേറ്റ നിരയിലും ഗോൾവല കാക്കുന്ന തിബോയിലുമാണ് ബെൽജിയത്തിന് പ്രതീക്ഷ. മറുവശത്ത് ആദ്യ രണ്ട് മത്സരത്തിൽ ഫ്രാൻസിനോടും നോർവേയോടും തോൽവി വഴങ്ങിയാണ് സെനഗൽ ആരംഭിച്ചത്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറാഖിനെ തകർത്തതോടെ മികച്ച ഗോൾ ശരാശരിയിൽ 3-ാം സ്ഥാനക്കാരിൽ 8ാമതായാണ് സെനഗൽ നോക്കൌട്ടിലെത്തിയത്. എതിർ ടീമിനൊപ്പം സ്വന്തം ടീമിലെ സാമ്പത്തിക ഞെരുക്കങ്ങളോടും പോരടിച്ചാണ് സെനഗലിന്റെ യാത്ര. സെനഗൽ ഫുട്ബോൾ അസോസിയേഷന്റെ അവഗണനകൾക്ക് ജയം കൊണ്ട് മറുപടി നൽകാൻ ആഫ്രിക്കൻ കരുത്തർ ഇറങ്ങുമ്പോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ തീ പാറും. അവസാന മത്സരത്തിൽ തുർക്കിയോട് ഇഞ്ചുറി ടൈമിലെ ഗോളിൽ പരാജയപ്പെട്ടാണ് അമേരിക്ക എത്തുന്നത്. മറുവശത്ത് മികച്ച 3-ാം സ്ഥാനക്കാരായാണ് ബോസ്നിയയുടെ വരവ്. കളത്തിൽ അമേരിക്കയ്ക്കാണ് മുൻതൂക്കമെങ്കിലും ബോസ്നിയെ എഴുതിത്തള്ളാനാവില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി ചില ലോകകപ്പ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിൽ. ലോകകപ്പിലെ പുറത്താകലിന് പിന്നാലെ നെതർലൻഡ്സിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ച റൊണാൾഡ് കൂമാൻ ചരിത്രം കുറിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നുവെന്നും അത് സാധിച്ചില്ലെന്നും കൂമാൻ പറഞ്ഞു. പരിശീലകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നതായി കൂമാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ കേപ്പ് വെർദെ അട്ടിമറിക്കുമെന്ന്
കേപ്പ് വെർദെ പ്രസിഡന്റ് ഹോസെ മരിയ നെവസ് അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിനായിരിക്കും തന്റെ ടീം തോൽപ്പിക്കുകയെന്നും ഹോസെ മരിയ പറഞ്ഞു. അർജന്റീനയ്ക്കെതിരെ തങ്ങൾക്ക് 100% വിജയ സാധ്യതയുണ്ടെന്ന് കേപ്പ് വെർദെ പ്രസിഡന്റ് പറഞ്ഞു. അർജന്റീനയുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും തന്റെ ടീമിന് അതൊരു തോൽവിയല്ലെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ലോകകപ്പിൽ സ്വീഡനെതിരെ നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നാലെ അമ്മയുടെ വിയോഗത്തിൽ തളർന്ന പരിശീലകൻ ദിദിയർ ദശാംസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഫ്രഞ്ച് പട. മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയ സൂപ്പർ താരം കിലിയൻ എംബപ്പെ തന്റെ ആദ്യ ഗോളിന് പിന്നാലെ ഡഗ്ഔട്ടിലേക്ക് ഓടിയെത്തി ദശാംസിനെ ആലിംഗനം ചെയ്തത് മത്സരത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷമായി മാറി. ഫുട്ബോളിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ കോച്ച് ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കാനാണ് ടീം ഒന്നടങ്കം ഈ ആംഗ്യത്തിലൂടെ ശ്രമിച്ചതെന്നും എംബപ്പെ മത്സരശേഷം വ്യക്തമാക്കി. മെക്സിക്കൻ ആരാധകരുടെ മോശം പെരുമാറ്റത്തിനെതിരെ ഫിഫയ്ക്ക് ഔദ്യോഗിക പരാതി നൽകി ഇക്വഡോർ ഫുട്ബോൾ അസോസിയേഷൻ. ലോക പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുന്നോടിയായി ഇക്വഡോർ താരങ്ങൾ വിശ്രമിച്ചിരുന്ന ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടിയ മെക്സിക്കൻ ആരാധകർ വലിയ ശബ്ദത്തിൽ പാട്ടുവെക്കുകയും പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തതിനെതിരെയാണ് പരാതി. ഇത് ഫെയർ പ്ലേ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ ഇക്വഡോർ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിന് നിരക്കാത്ത ഇത്തരം പ്രവൃത്തികളിൽ സംഘാടകർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ടീമിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ലോകകപ്പിൽ ഫ്രാൻസിന് സ്പെയിനിന് മേൽ യാതൊരു മേധാവിത്വവുമില്ലെന്ന് സ്പാനിഷ് യുവതാരം ലെമിൻ യമാൽ. ഫ്രാൻസിന്റെ മികച്ച ഫോം കണ്ട് സ്പെയിൻ ഭയപ്പെടുന്നില്ലെന്നും ഇത്തവണ തങ്ങൾ ലോകകപ്പ് നേടുമെന്നും ലെമിൻ യമാൽ പറഞ്ഞു. യൂറോ കപ്പിന് ശേഷം ഫ്രാൻസ് തങ്ങളെ തോൽപ്പിച്ചിട്ടില്ലെന്നും അതിനാൽ അവർ തങ്ങളെക്കാൾ മികച്ചവരാണെന്ന് കരുതുന്നില്ലെന്നും ബാഴ്സലോണ താരം വ്യക്തമാക്കി. ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനങ്ങൾക്ക് നോക്കൌട്ടിൽ പ്രസക്തിയില്ലെന്നും മത്സരത്തിൽ ആർക്കും വ്യക്തമായ മുൻതൂക്കമില്ലെന്നും യമാൽ കൂട്ടിച്ചേർത്തു. ലോകകപ്പിലെ മെക്സിക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനത്തിന് പിന്നാലെ മെക്സിക്കോ സിറ്റിയിലുണ്ടായ വൻ ജനത്തിരക്കിലും ആഘോഷങ്ങളിലും പെട്ട് 2 മരണം. മെക്സിക്കോ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി ചരിത്ര നേട്ടം കുറിച്ചതിന് പിന്നാലെയാണ് തലസ്ഥാന നഗരിയിൽ വൻതോതിൽ ആളുകൾ തെരുവിൽ ഇറങ്ങിയത്. ആഘോഷങ്ങൾക്കിടെ ശ്വാസം മുട്ടിയാണ് 2 പേര് മരണപ്പെട്ടതെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. 1986 ശേഷം ആദ്യമായാണ് ലോകകപ്പിന്റെ ആതിഥേയരായ മെക്സിക്കോ നോക്കൌട്ട് മത്സരം ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇനി നോക്കാം സോക്കർഗാല ലോക പ്രവചന മത്സരം. ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടം പുരോഗമിക്കുകയാണ്. നോക്കൌട്ട് മുതൽ കൈനിറയെ പണം വാരാൻ അവസരമൊരുക്കുകയാണ് സോക്കർഗാല പ്രവചന മത്സരം. എല്ലാ മത്സരത്തിലും പ്രവചനം നടത്തി ശരിയാകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ നൽകുമ്പോൾ നോക്കൌട്ടിലെ ഓരോ മത്സരത്തിലും ശരിയുത്തരം പ്രവചിക്കുന്നവർക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്. 100 കണക്കിന് എൻട്രികളാണ് ഇന്നുണ്ടായത്. ഭാഗ്യശാലിയെ 9:30 സോക്കർഗാലയിൽ പ്രഖ്യാപിക്കും. ഇന്നത്തെ മത്സരത്തിലേക്ക് പോയാൽ ഇന്ന് ലോകകപ്പിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. രാത്രി 9:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. നാളെ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിന് സെനഗലാണ് എതിരാളികൾ. നാളെ രാവിലെ 5:30 ആതിഥേയരായ അമേരിക്ക ബോസ്നിയയെ നേരിടും. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്ക്രീനിൽ കാണുന്ന 92490 98478 എന്ന നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയുടെ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോൾ എന്ന് കൃത്യമായ സ്കോർ കാർഡ് തന്നെ പ്രവചിക്കണം. ഇനി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെങ്കിൽ അതും കൃത്യമായി രേഖപ്പെടുത്തി വേണം അയക്കാൻ. റൗണ്ട് ഓഫ് 32 ഘട്ടത്തിലെ ഓരോ മത്സരത്തിലും ശരിയായി പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വിജയിക്ക് 2000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. പ്രവചനം ശരിയാകുന്ന എല്ലാവരെയും ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിക്കും. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫൈനൽ വരെയുള്ള പ്രവചനങ്ങളിലെ വിജയികളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലിക്ക് ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ സമ്മാനം ലഭിക്കും. ഇനി നോക്കാം ഇന്നത്തെ താരം. ലോകകപ്പിലെ മൊറോക്കൻ മുന്നേറ്റം ഇസ്മായിൽ സായ്ബാരി എന്ന 25-കാരനിലൂടെയാണ്. ആദ്യമായി ലോകകപ്പിനെത്തിയ സായ്ബാരി ഇതുവരെ നേടിയത് 3 ഗോളുകളാണ്. ചരിത്ര നേട്ടം ലക്ഷ്യമാക്കിയുള്ള മൊറോക്കോയുടെ യാത്രയിൽ നിർണായകമാവുകയാണ് സായ്ബാരിയുടെ സാന്നിധ്യം. യൂറോപ്പ് കീഴടക്കിയ മൊറോക്കൻ യോദ്ധാവ് താരിഖ് ബിൻ സിയാദിനെ പോലെ ലോകം ജയിക്കാനെത്തിയ മൊറോക്കോയുടെ മുന്നണി തേരാളിയാണ് ഇസ്മായിൽ സായ്ബാരി. നെതർലൻഡ്സിനെതിരെ 120 മിനിറ്റ് തളരാതെ പോരാടിയിട്ടും നെറ്റിപ്പൊട്ടി ചോരയൊലിച്ചിട്ടും തളരാത്ത പോരാട്ട വീര്യം. ഒടുവിൽ വിജയിച്ചപ്പോൾ താങ്ങായി നിന്ന ഉമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചു.
ഖത്തറിലെ സെമിഫൈനൽ നേട്ടം മറികടക്കാൻ ഇറങ്ങിയ മൊറോക്കോക്കായി ഗോളടിച്ചു കൂട്ടുകയാണ് താരം. ലോകകപ്പിൽ ബ്രസീലിനെതിരെ ആദ്യ മത്സരത്തിൽ ഗോളടിച്ചാണ് തുടങ്ങിയത്. പിന്നീട് സ്കോട്ട്ലൻഡിനെതിരെ മൊറോക്കോ ഒറ്റ ഗോൾ ജയം നേടുമ്പോഴും അത് സായിബാരിയുടെ കൂട്ടിൽ നിന്നായിരുന്നു. ഹെയ്ത്തിക്കെതിരായ തിരിച്ചുവരവിലും സായിബാരി വലകുലുക്കി. നെതർലൻഡ്സിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലെ അവസാന കിക്കെടുക്കുമ്പോഴും ഭയാശങ്കകൾ ഏതുമില്ലാതെ ഗോൾ നേടി. ക്ലിനിക്കൽ ഫിനിഷിംഗും ശാരീരിക മികവും വേഗതയുമാണ് സായിബാരിയുടെ പ്രത്യേകത. കിട്ടുന്നത് ഒറ്റ അവസരമാണെങ്കിലും അത് വലയിലെത്തിക്കാനുള്ള കഴിവാണ് താരത്തെ വേറിട്ട് നിർത്തുന്നത്. ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസണെ കാഴ്ചക്കാരനാക്കി നേടിയ ഗോൾ തന്നെ ഉദാഹരണം. ആദ്യമായി ലോകകപ്പിൽ കളിക്കുമെന്ന ആശങ്കകൾ ഏതുമില്ലാതെയാണ് താരം പന്ത് തൊടുന്നത്. ഡച്ച് ക്ലബ്ബ് PSV അയന്തവനായി കഴിഞ്ഞ സീസണിൽ മിന്നിത്തിളങ്ങി. 15 ഗോളും 8 അസിസ്റ്റും നേടിയ സായിബാരിയുടെ മികവിലാണ് PSV തുടർച്ചയായി 3-ാം തവണയും ലീഗ് കിരീടം നേടിയത്. ലീഗിലെ മികച്ച താരവും സായിബാരിയാണ്. ക്ലബിലെയും ലോകകപ്പിലെയും പ്രകടനം താരത്തെ എത്തിച്ചത് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന്റെ തട്ടകത്തിൽ. ലോകകപ്പിലെ തുടർ മത്സരങ്ങളിലും സായിബാരിയുടെ ബൂട്ട് ചലിച്ചാൽ മൊറോക്കോയെ കാത്തിരിക്കുന്നത് ചരിത്ര നേട്ടം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി നമുക്ക് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിന്റെ റിസൾട്ടിലേക്ക് പോയാൽ സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്താണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ എത്തിയത്. കിലിയൻ എംബപ്പയുടെ ഇരട്ട ഗോളാണ് ഫ്രാൻസിന് മിന്നും ജയം സമ്മാനിച്ചത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളി. കിലിയൻ എംബപ്പെ കളം നിറഞ്ഞതോടെ സ്വീഡനെ അനായാസം മറികടന്നു ഫ്രാൻസ്. ഗോൾ വേട്ടയിൽ എംബപ്പെ പുതിയ റെക്കോർഡ് കുറിച്ചപ്പോൾ ലെസ് ബ്ലൂസിന്റെ ജയം എതിരില്ലാത്ത 3 ഗോളിന്. തുടക്കം മുതൽ സ്വീഡൻ ഗോൾ മുഖത്തേക്ക് എംബപ്പെ സംഘവും കുതിച്ചെത്തി. എണ്ണം പറഞ്ഞ ഷോട്ടുകൾക്ക് ക്രോസ് ബാർ തടസ്സമായപ്പോൾ ആദ്യ പകുതി ഗോൾ രഹിതമാകുമെന്ന് കരുതി. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ സ്വീഡൻ പ്രതിരോധ നിരയെ വെട്ടിയൊഴിഞ്ഞ എംബാപ്പയുടെ തകർപ്പൻ ഗോൾ. രണ്ടാം പകുതിയിലും ഫ്രാൻസ് ആക്രമണം അഴിച്ചുവിട്ടു. നിരവധി ഗോൾ അവസരങ്ങൾ വന്നെങ്കിലും പലപ്പോഴും ക്രോസ് ബാറും സ്വീഡൻ ഗോളിയും ഫ്രാൻസിന്റെ ഗോളുകൾ നിഷേധിച്ചു. 53-ാം മിനിറ്റിൽ ഫ്രാൻസ് വീണ്ടും വലകുലുക്കി. ഇക്കുറി ഗോൾ നേടിയത് ബ്രാഡ്ലി ബാർക്കോളാക്കി. ബ്രസീൽ ഇതിഹാസം റൊണാൾഡോയുടെ റെക്കോർഡാണ് താരം മറികടന്നത്. ഇതിനിടെ ലോകകപ്പിൽ 18 ഗോൾ എന്ന നേട്ടവും എംബപ്പെ കൈവരിച്ചു. 18 മത്സരങ്ങളിൽ നിന്നാണ് നേട്ടം. ഈ ലോകകപ്പിൽ 6 ഗോൾ തികച്ച താരം ഗോൾഡൻ ബൂട്ടിൽ മെസ്സിക്കൊപ്പം എത്തി. ഏറ്റവും അധികം ഗോളിൽ മെസ്സിക്ക് തൊട്ടു പിന്നിലായും എംബപ്പയുണ്ട്. മത്സരത്തിലുടനീളം ഫ്രാൻസ് ആധിപത്യം പുലർത്തിയപ്പോൾ പലപ്പോഴും ക്രോസ് ബാറാണ് സ്വീഡന് രക്ഷയായത്. പ്രീ ക്വാർട്ടറിൽ ജർമ്മനി അട്ടിമറിച്ചെത്തുന്ന പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിൽ ഫ്രഞ്ച് കുതിപ്പിന്റെ ഇന്ധനം ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്തി നിൽക്കുക കിലിയൻ എംബപ്പയിലാണ്. ബ്രസീൽ ഇതിഹാസം റൊണാൾഡോയുടെ റെക്കോർഡ് തകർത്ത് എംബപ്പെ കുതിക്കുകയാണ്. കൈവിട്ട കിരീടത്തിനായി രണ്ടും കൽപ്പിച്ചാണ് ഇക്കുറി എംബപ്പയും സംഘവും എത്തിയിരിക്കുന്നത്. കിലിയൻ എംബപ്പയെ പലപ്പോഴും ട്രോൾ മീമുകളിൽ ഒരു സേനാധിപതിയെ പോലെ അവതരിപ്പിക്കാറുണ്ട്. കളത്തിലെ അയാളുടെ പെരുമാറ്റം പടത്തലവനെ പോലെ തന്നെയാണ്. ലോകകപ്പിനെ ഒരു യുദ്ധമായി കണക്കാക്കിയാൽ എംബപ്പയെ പോലെ ഒരു പടത്തലവൻ വേറെ ഇല്ലെന്ന് പറയേണ്ടി വരും. കേവലം 3 ലോകകപ്പിൽ നിന്ന് 18 ഗോളുകളാണ് ഇതിനോടകം എംബപ്പെ അടിച്ചുകൂട്ടിയത്. 18 മത്സരങ്ങൾ മാത്രമാണ് ഈ നേട്ടത്തിലെത്താൻ താരത്തിന് വേണ്ടി വന്നത്. സ്വീഡനെതിരായ ഇരട്ട ഗോളോടെ ഏറ്റവും അധികം ഗോളെന്ന നേട്ടത്തിൽ മെസ്സിക്ക് തൊട്ടു പിന്നിലെത്തി എംബപ്പെ. 6 ലോകകപ്പിൽ നിന്ന് 19 ഗോളുകളാണ് മെസ്സിയുടെ സമ്പാദ്യം. നോക്കൌട്ട് റൗണ്ടിൽ ഉന്നം പിഴയ്ക്കാത്ത ഷോട്ടുകളാണ് എംബപ്പയുടെ മറ്റൊരു പ്രത്യേകത. 3 ലോകകപ്പുകളിൽ നിന്നായി 10 തവണയാണ് താരം എതിർ ടീമിന്റെ ഗോൾവില നോക്കൌട്ടിൽ മാത്രം തുളച്ചത്. നോക്കൌട്ട് റെക്കോർഡിൽ ബ്രസീൽ ഇതിഹാസം റൊണാൾഡോ നൊസാരിയോയെ എംബപ്പെ മറികടന്നു. സ്വീഡനെതിരെ പുറത്തെടുത്ത മിന്നും പ്രകടനത്തോടെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മെസ്സിക്കൊപ്പം 6 ഗോളുമായി എംബപ്പയും ഒന്നാമതെത്തി. കൂടുതൽ അസിസ്റ്റുകൾ ഉള്ളതിനാൽ നിലവിൽ ഗോൾഡൻ ബൂട്ടിൽ എംബപ്പയാണ് ഒന്നാമത്. കഴിഞ്ഞ തവണ ഫൈനലിൽ കൈവിട്ട കിരീടം നേടാൻ ഉറച്ചാണ് എംബപ്പെ എത്തിയിരിക്കുന്നത്.
വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം. ലോകകപ്പിലെ അജയ്യ യാത്ര തുടർന്ന് ആതിഥേയരായ മെക്സിക്കോ നോക്കൌട്ടിൽ ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്തു. ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. മത്സരത്തിൽ വാമൂടി സംസാരിച്ചതിന് ഇക്വഡോർ പ്രതിരോധ താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. ഇത് 2ാം തവണയാണ് ഫിഫയുടെ പുതിയ നിയമലംഘനത്തിന് താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് ലഭിക്കുന്നത്. ലോക പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന് നോർവേ എതിരാളികൾ. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ചാണ് നോർവേ പ്രീ ക്വാർട്ടറിൽ എത്തിയത്. ജൂലൈ 6-നാണ് ബ്രസീൽ നോർവേ പോരാട്ടം. Say, well, you can beat me if you can. It's a great goal. That's Milan's belief over it. ഓർജിൻ നീലാൻഡ് തട്ടിയകറ്റിയത് ഐവറി കോസ്റ്റിന്റെ പ്രീ ക്വാർട്ടർ മോഹങ്ങളാണ്. ആവേശം അവസാന നിമിഷം വരെ നീണ്ട മത്സരത്തിൽ ഹാലൻഡും സംഘവും പ്രീ ക്വാർട്ടറിലേക്ക്. എതിരാളികൾ ഡോൺ കാർലോയുടെ ബ്രസീൽ. മത്സരത്തിന് തുടക്കം മുതൽ ഇരു ടീമുകളും എതിർ ഗോൾ മുഖത്തേക്ക് ആക്രമണവുമായി ഇരച്ചെത്തി. ഗോളെന്നുറച്ച അവസരങ്ങൾ നോർവേയും ഐവറി കോസ്റ്റും പാഴാക്കി. തുടർച്ചയായ ആക്രമണത്തിനൊടുവിൽ 39-ാം മിനിറ്റിൽ അന്റോണിയോ ഐവറി കോസ്റ്റിന്റെ വല കുലുക്കി. ആദ്യ പകുതിയിൽ ഗോൾ മടക്കാൻ ഐവറി കോസ്റ്റ് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും നോർവേ ഒന്നിച്ച പ്രതിരോധം തീർത്തു. 2ാം പകുതിയിൽ ആക്രമണം പ്രത്യാക്രമണങ്ങളുമായി ഇരു ടീമുകളും കളം നിറഞ്ഞു. 74-ാം മിനിറ്റിൽ യുവതാരം അമൻ ദിയാലോ നോർവേയുടെ പ്രതിരോധം മറികടന്നു. മികച്ച പന്തടക്കം കൊണ്ട മനോഹരമായ ഗോൾ വീണതോടെ നോർവേ ഉണർന്നു. മത്സരം അധിക സമയത്തേക്കെന്ന് കരുതിയെടുത്ത നോർവേയുടെ മുന്നേറ്റം. ഐവറി കോസ്റ്റ് പ്രതിരോധ നിരയെ തകർത്ത പാട്രിക് നൽകിയ പന്ത് വലയിലെത്തിക്കുന്ന ജോലി മാത്രമേ ഹാലൻഡിന് ഉണ്ടായിരുന്നുള്ളൂ. ലോകകപ്പിലെ തുടർച്ചയായ 3ാം മത്സരത്തിലും ഗോൾ. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഫ്രീ കിക്ക് നോർവേ ഗോളി തട്ടിയകറ്റിയതോടെ ഐവറി കോസ്റ്റിന്റെ പോരാട്ടം അവസാനിച്ചു. 1-നെതിരെ 2 ഗോളിന്റെ ജയവുമായി നോർവേ പ്രീ ക്വാർട്ടറിലേക്ക്. അവസാന 16-ൽ ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.